ചേലക്കരക്കാരുടെ ഷോപ്പിംഗ് സങ്കല്പങ്ങൾക്ക് നിറം പകർന്ന ലാഭകരമായ ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കാനായി ഡെയിലി ടേബിൾ മേപ്പാടത്തൊരുങ്ങിയിരിക്കുന്നു. ആവശ്യങ്ങൾ ഏതുമാകട്ടെ, ഇനി വിവിധ ഷോപ്പുകൾ കയറിയിറങ്ങേണ്ട, എല്ലാം ഒരു കുടക്കീഴിൽ നിന്നും സ്വന്തമാക്കാം, അതും മിതമായ നിരക്കിൽ. ലാഭവും ഗുണമേന്മയും ഒത്തുചേരുന്ന മികച്ച ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യങ്ങൾ സ്വന്തമാക്കാൻ ഒരു അവസരം. ഡെയിലി ടേബിൾസ് ഹൈപ്പർ മാർക്കറ്റിന്റെ ചേലക്കര മേപ്പാടത്തെ വിപുലമായ ഷോറൂം ചേലക്കര MLA UR പ്രദീപ് ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾക്കായി സമർപ്പിച്ചു. ഇനി വിശ്വാസ്യതയോടൊപ്പം ഗുണമേന്മയും അനുഭവിച്ചറിയൂ. ഡെയിലി ടേബിൾ, മേപ്പാടം, ചേലക്കര. ഈ ബഡ്ജറ്റ് പുസ്തകത്തിൽ പറഞ്ഞതുപോലെ സമ്പൂർണ്ണ വിജയത്തിന് പകരം സമ്പൂർണ്ണ പരാജയമാണ്. ഈ ബഡ്ജറ്റ് ജനവിരുദ്ധവും നിരാശാജനകവുമായ ഒരു ബഡ്ജറ്റ് എന്ന് പറയും. നാട്ടിൻപുറത്ത് പൊടിപാറുമ്പോൾ പൊടിയുടെ പൂരം വിളി എന്ന് പറയുന്നത് പോലെ ഓരോ മേഖലയ്ക്കും കണക്കുകളുടെ പൂരം വിളി എന്നല്ലാതെ കഴിഞ്ഞ വർഷം അവതരിപ്പിച്ച ബഡ്ജറ്റ് എടുത്ത് പരിശോധിച്ചാൽ അതിലെന്ത് നടന്നു, ഈ തിരുവല്ലാമലയിൽ എന്താണ് നടന്നത് എന്ന് പരിശോധിച്ചാൽ അറിയും. ഈ കഴിഞ്ഞ 5 വർഷക്കാലം തിരുവല്ലാമല ജനതയ്ക്ക് നഷ്ടപ്പെട്ട 5 വർഷമാണ്. കാരണം തിരുവല്ലാമലയിലെ ജനങ്ങളെ, അടിസ്ഥാന വിഭാഗങ്ങളെ സാമൂഹികവും സാംസ്കാരികവുമായി സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തുന്നതിനുതകുന്ന ഒരു പദ്ധതി പോലും നടപ്പിലാക്കാൻ ഇവിടെ സാധ്യമായിട്ടില്ല എന്നത് ഏറ്റവും പ്രധാനം. ഒരു സാധാരണക്കാരനൊരു 10 രൂപയുടെ അധിക വരുമാനം, ഒരു 10 രൂപയുടെ അധിക വരുമാനം ഉണ്ടാക്കാൻ ഉപകരിക്കുന്ന ഒരു പദ്ധതി പോലുമില്ല. ഇപ്പോൾ ബഡ്ജറ്റ് തന്നെ നോക്കിയാൽ അറിയാം, കഴിഞ്ഞ ബഡ്ജറ്റിൻ്റെ ഒരു ഈച്ചക്കൂപ്പിയാണ്. തിരുവല്ലാമല പഞ്ചായത്തിനകത്ത് സ്ഥിരമായി ഇപ്പോൾ ഒരു കൃഷി ഓഫീസർ ഉണ്ട് എന്ന് പോലും ബഡ്ജറ്റ് തയ്യാറാക്കുന്നവർക്ക് അറിയുന്നില്ല. കൃഷി ഓഫീസർ ചാർജ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഈ ബഡ്ജറ്റ് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ചാർജല്ല, സ്ഥിരമായ കൃഷി ഓഫീസർ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഒരു ശ്രദ്ധയുമില്ലാതെ ഓരോ വർഷവും പഴയ പുസ്തകമെടുത്ത് പുതിയ ചട്ടയും അതിൽ പുതിയ 4 കവിവചനങ്ങളും ചേർത്തുകൊണ്ടുള്ള ഒരു കൺകെട്ട് മാത്രമാണ് ഈ ബഡ്ജറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ബഡ്ജറ്റ് കേവലം ഒരു പഞ്ചായത്ത് ഭരണസമിതിക്ക് വാർഷിക പദ്ധതി നടപ്പിലാക്കാൻ സഹായകരമാകുന്ന, അല്ലെങ്കിൽ ഒരു വർഷക്കാലത്തെ പ്രവർത്തനം സഹായിക്കുന്നതിന് വേണ്ടി ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കാന്നേ ഉള്ളൂ. ഇതിനൊരു ബഡ്ജറ്റ് എന്ന് പറയാൻ കഴിയില്ല. ഈ ബഡ്ജറ്റ് കീറിക്കളയുകയോ കത്തിച്ചു കളയുകയോ ചെയ്യേണ്ടതാണ്. അതിപ്പോൾ ചെയ്യുന്നില്ല. എന്തായാലും ഇങ്ങനൊരു ബഡ്ജറ്റ് ആദ്യമായിട്ട് കാണുകയാണ്. പിന്നെ എന്താ പറഞ്ഞാൽ, പണ്ട് കാരണവന്മാർ കൊടന്നു വെച്ചതുപോലെ ഏതോ ഒരു കാലത്ത് എഴുതിയത് അതുമ്പോൾ ഒരു സംഖ്യ വർദ്ധിപ്പിച്ച് ഇങ്ങനെ എഴുതുക എന്നാണ്. എഴുതുന്നവർക്കും അറിയാം അതൊന്നും നടക്കില്ല എന്ന്. കാരണം 10 രൂപ ചിലവാക്കുന്നിടത്ത് 10 ലക്ഷം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് 10 ലക്ഷം വരെയും ചിലവഴിക്കാം ബഡ്ജറ്റിൽ ഉണ്ടെങ്കിൽ. പക്ഷേ ഒരു ഹെഡിലും ഇവിടെ വകയിരുത്തിയ സംഖ്യ ഒന്നും തന്നെ നടപ്പിലാക്കുന്നില്ല എന്നതാണ്. വെറുതെ ഏതെങ്കിലും സ്ഥിരമായി ഇപ്പോൾ അംഗൻവാടി ജീവനക്കാർക്ക് അധിക വേതനം, അത് പഞ്ചായത്തിൻ്റെ പ്രത്യേകമൊന്നുമല്ല, എല്ലാ പഞ്ചായത്തിലും അധിക വേതനത്തിന് പണം മാറ്റി വെക്കാറുണ്ട്. അത് മാറ്റിവെച്ചു എന്നതൊരു അഭിമാനത്തോടു കൂടി ഞങ്ങളുടെ ഒരു കഴിവാണ് എന്ന തരത്തിലേക്ക് ഇവിടെ ഉയർത്തിക്കൊണ്ടുവരുന്നത് അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. സ്റ്റാറ്റ്യൂട്ടറി ആയി ചെയ്യുന്ന പ്രവർത്തനങ്ങളെന്നല്ലാതെ പഞ്ചായത്തിന് മികവാർന്ന ഈ ഭരണസമിതി ഈ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഇന്നത് ചെയ്തു എന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയാവുന്ന ഒരു പദ്ധതിയെങ്കിലും ഉണ്ടോ? ഒരു 10 ഉദ്ഘാടനം 5 വർഷത്തിന് ശേഷം പ്രധാനപ്പെട്ടത് എവിടെയെങ്കിലും പൊളിഞ്ഞ അംഗൻവാടി പുനർനിർമ്മിച്ച് ഉദ്ഘാടനം ചെയ്ത ഉദ്ഘാടനം എന്നല്ല പറഞ്ഞ്, ഒരു പുതിയ പദ്ധതി, ഇന്ന് വരെ കാണാത്ത ഒരു പുതുമയുള്ള, ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഉപകരിക്കുന്ന ഒരു പുതിയ പദ്ധതി അത് കൃത്യമായി നടപ്പാക്കി അതിൻ്റെ ഉദ്ഘാടനം ഞങ്ങളിതാ നടപ്പാക്കി എന്ന് പറയാൻ കഴിയുമോ? ഒന്ന് അന്വേഷിക്കണം. ഇവിടെ പങ്കെടുക്കുന്ന പത്രക്കാരും ജനപ്രതികളും ഒന്ന് പരിശോധിച്ച് നോക്കൂ. കഴിഞ്ഞ കാലങ്ങളിൽ ഏതെങ്കിലും ഒരു പദ്ധതിയുടെ ഉദ്ഘാടനം ഉണ്ടോ? കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്തതുകൊണ്ടോ, ബഡ്സ് സ്കൂൾ ഉദ്ഘാടനം ചെയ്തതുകൊണ്ടോ, അംഗൻവാടികൾ കുട്ടികളുടെ കലാപരിപാടി ഉദ്ഘാടനം ചെയ്യലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ, ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ വളർച്ചയുണ്ടാക്കാൻ കഴിയാവുന്ന ഏതെങ്കിലും ഒരു പദ്ധതി ഈ തിരുവല്ലാമലയിൽ ഇന്ന് വരെ ഉദ്ഘാടനം ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. വെറുതെ നഴ്സറി കുട്ടികൾ ഇരിക്കുമ്പോൾ കുറേ ആളുകൾ ഇരിക്കുക എന്നല്ലാതെ ഈ പഞ്ചായത്തിലെ 30,000 ജനങ്ങൾക്ക് വേണ്ടി അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളൊരു പദ്ധതിയുമില്ല. കൃഷിക്കാരുടെ പദ്ധതികൾ, അവരുടെ ജലസേചന സൗകര്യങ്ങൾ, ഇറിഗേഷൻ ഫെസിലിറ്റി, അതുമായി ബന്ധപ്പെട്ട് വെള്ളക്കുഴി ലിഫ്റ്റ് ഇറിഗേഷൻ, പറക്കോട്ടുപാടത്ത് ചെറിയ മിനി ലിഫ്റ്റ് ഇറിഗേഷൻ,
അങ്ങനെ കൃഷിയെ സംരക്ഷിക്കാൻ ഒട്ടേറെ ചെറുകിട ജലസേചന പദ്ധതികൾ ഇവിടെ ആരംഭിക്കാനുണ്ട്. ഏതെങ്കിലും ഒരു പദ്ധതി നടപ്പിലാക്കിയോ? പദ്ധതി രേഖയുടെ പുറത്ത് മുകൾത്തട്ട് നിർദ്ദേശം വന്നൊരു വാക്കെഴുതി വെച്ച് ആളുകളെ കബളിപ്പിക്കുന്ന പറ്റിക്കുന്ന രീതിയല്ലേ ഇവിടെ കാണുന്നത്. അതുപോലെ കുടിവെള്ള പദ്ധതി ബഡ്ജറ്റിൽ തന്നെ സൂചിപ്പിച്ചു. ബഡ്ജറ്റ് അവതരിപ്പിച്ച വൈസ് പ്രസിഡന്റ്, വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിലെ കുടിവെള്ളക്ഷാമമുണ്ട്. അവിടെ 6-ാം വാർഡിലും 5-ാം വാർഡിലും ഒക്കെ വിവിധ കുടിവെള്ള പദ്ധതി വെച്ച് ഏതെങ്കിലും കൃത്യമായി നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞു? ഒരു പദ്ധതി പോലും തുടങ്ങി വെച്ച് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, കഴിഞ്ഞ 5 വാർഷിക പദ്ധതി രൂപീകരണ ഘട്ടത്തിൽ പദ്ധതി രേഖയിൽ പറഞ്ഞ ഒരൊറ്റ പദ്ധതി പോലും ഇവിടെ സമയബന്ധിതമായി നടപ്പിലാക്കിയിട്ടില്ല. ഏതെങ്കിലും 2 റോഡ്, അതും ടാർ ചെയ്തിട്ടില്ല. റോഡ് ടാർ ചെയ്യാന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേക കഴിവ് ഭരണസമിതിക്ക് വേണ്ട. അത് പണം മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സാങ്കേതിക വിഭാഗക്കാർ അതിന് പദ്ധതി ഉണ്ടാക്കി, എസ്റ്റിമേറ്റ് ഉണ്ടാക്കി, ടെൻഡർ നടപടി ചെയ്തുകൊണ്ട് അത് നടപ്പിലായിക്കോളും. ഒരു കോൺട്രാക്ടറെ നടപ്പാക്കുന്നത്. അതൊരു പഞ്ചായത്ത് ഭരണസമിതിയുടെ കഴിവല്ല. നമ്മൾ പുതിയതെന്തെങ്കിലും കണ്ടെത്തുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുക എന്ന ഒരു വേറിട്ട സമീപനമാണ് തിരുവില്ലാമലയുടേതായ ഒരു പ്രത്യേക മുദ്ര പതിപ്പിക്കാൻ കഴിയാവുന്ന വികസന പദ്ധതികളാണ് ഈ പഞ്ചായത്തിൽ വേണ്ടത്. ആ ഒരു പദ്ധതിയും കഴിഞ്ഞ കാലഘട്ടങ്ങളിലായിട്ട് ഇവിടെ ഇല്ല. മാത്രമല്ല, ഇവിടെ തരുന്ന ഫണ്ടിൻ്റെ സ്ഥിതി എന്താ? മെയിൻ്റനൻസ് ഗ്രാൻഡ് 2 കൊല്ലമായിട്ട് 1 ഉറുപ്പ്യ വിനിയോഗിച്ചോ? അപ്പോൾ പറയും ജലജീവൻ പൊളിച്ചിട്ടിരിക്കല്ലേന്ന്. എന്നാൽ ജലജീവൻ കാര്യക്ഷമമായി നടപ്പിലാക്കാൻ ഇടപെടൽ ചെയ്യുന്നുണ്ടോ? അതുമില്ല. ഗ്രാമീണ റോഡുകൾ മുഴുവൻ താറുമാറായി തകർന്ന് തരിപ്പണമായി ഗതാഗത യോഗ്യമല്ലാതിരിക്കുകയാണ്. ഒറ്റ റോഡ് പോലും 2 വർഷക്കാലത്ത് തിരുവില്ലാമല പഞ്ചായത്തിന് അനുവദിച്ച റോഡ് മെയിൻ്റനൻസ് ഗ്രാൻഡ് ലാപ്സാക്കി കളയുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. ഇപ്പോൾ വീണ്ടും ബഡ്ജറ്റിൽ പറഞ്ഞു 1 കോടി 1.25 കോടിയോളം രൂപ വകയിരുത്തിയിട്ടുണ്ടെന്ന് ബഡ്ജറ്റിനകത്ത് പറയുന്നു കണ്ടു. അത് നടപ്പിലാക്കുന്നുണ്ടോ? വിവിധ മുകൾ തട്ടിലെ ഫണ്ട് വരുമ്പോൾ, ജില്ലാ പഞ്ചായത്ത് ഫണ്ട് വരുമ്പോൾ നടപ്പിലാക്കിയോ? ഓപ്പൺ ജിമ്മിൻ്റെ കാര്യം പറഞ്ഞിരുന്നു ജില്ലാ പഞ്ചായത്ത്. പട്ടികജാതി കേന്ദ്രത്തിൻ്റെ വിപുലീകരണം പറഞ്ഞിരുന്നു ജില്ലാ പഞ്ചായത്ത്. 1 രൂപ പോലും ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഇവിടെ സമയബന്ധിതമായി ചെലവഴിച്ചിട്ടില്ല. അതുപോലെ തന്നെ ബഡ്സ് സ്കൂള് കുറച്ചുകൂടി സൗകര്യപ്രദമായി കാട്ടുകുളത്തിൻ്റെ അവിടെ സ്ഥാപിക്കാമെന്ന് തീരുമാനിച്ചു. 4 കൊല്ലക്കാലമായില്ലേ. ആമഴയും പോലെ, ആമ പിന്നെയും സ്പീഡിൻ്റെ ഒച്ചഴയും പോലെ ഇഴഞ്ഞുകൊണ്ട് നീങ്ങാന്നല്ലാതെ അതിൻ്റെ പദ്ധതി പൂർത്തീകരിക്കാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി, ആർജവം ഈ ഭരണസമിതിക്ക് ഇല്ലാണ്ട് പോയി. ആനപ്പാറയിൽ അത് മാറ്റുമ്പോൾ അവിടെ ഒരു മിനി മണ്ഡപം എന്ന് പറഞ്ഞു. അത് നടപ്പിലാക്കാതെ ഇനി നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. MLA ഫണ്ടുകൾ സമയബന്ധിതമായ ടെൻഡർ ചെയ്യാൻ, സമയബന്ധിതമായ പണി നടപ്പിലാക്കാൻ വേണ്ടി അത് ഒന്നും തന്നെ ഇവിടെ പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ടൗൺ ബസ് സ്റ്റാൻഡിൽ 4 വർഷമായി പറഞ്ഞു കേൾക്കുന്നു അവിടെ പണം വെച്ചിട്ടുണ്ട്. ആ പണം എവിടെയാണ്, ഏത് അട്ടത്താണ് വെച്ചിരിക്കുന്നത്? ഇന്ന് വരെ പദ്ധതി പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ പട്ടികജാതിക്കാർ പുതിയ ലൈഫ് പദ്ധതിയിൽ വീട് പണിയുന്നതിൻ്റെ കൂടെ ടോയ്ലറ്റ് സൗകര്യമുണ്ട്. എന്നാൽ ഇവിടുത്തെ 1100-ൽ പരം വരുന്ന പട്ടികജാതി കുടുംബങ്ങളിൽ പുതിയ വീട് കൊടുക്കുന്ന 150 പേര് കഴിച്ചാൽ 800-ൽ പരം വീടുകൾക്ക് ഇപ്പോഴും ഉപയോഗിക്കാൻ കഴിയാവുന്ന ടോയ്ലറ്റുകളില്ല, കക്കൂസില്ല. അതിനുവേണ്ടി ഒരു പദ്ധതി വെക്കാൻ 1 രൂപ ഇന്ന് വരെ ഈ 4 വർഷക്കാലവും അതിനു മുമ്പ് മൊത്തം 5 വർഷക്കാലം 1 രൂപ കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ അപ്പേക്കാട് തോടിൻ്റെ ഷട്ടർ നിർമ്മാണം പദ്ധതി വെച്ചിട്ടുണ്ട്, 3 കൊല്ലമായി നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഞാനിത് പറയുന്നത് ഫണ്ട് വെക്കലല്ല പ്രധാനം. ഏതിനാണോ 1 രൂപ വെച്ചെങ്കിൽ ആ 1 രൂപ 100% ചെലവഴിക്കാനുള്ള ഇച്ഛാശക്തിയാണ് ഒരു ഭരണസമിതിക്ക് വേണ്ടത്. ഫണ്ടാർക്കും വയ്ക്കാം, ഏതൊരു ഉദ്യോഗസ്ഥന് വയ്ക്കാം. പ്ലാൻ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥനോട് പറഞ്ഞാൽ ഇന്നതിന് ഇത്ര രൂപ വെച്ചോളാൻ പറഞ്ഞ് അവരെല്ലാം പണം വെക്കും. പക്ഷെ അത് നടപ്പിലാക്കുമ്പോഴാണ് ഒരു ഭരണസമിതിയുടെ അതിനൊരു ഇച്ഛാശക്തി വേണം. അത് നടപ്പിലാക്കാൻ അതിൻ്റെ തടസ്സങ്ങളെ വകഞ്ഞു മാറ്റാനുള്ള ത്രാണി ഉണ്ടാകണം. അപ്പോഴാണ് പുതിയ പദ്ധതികൾ ഇവിടെ വരികയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ബൊക്കാഷി ബക്കറ്റ് അങ്ങനെ തുടങ്ങി, ക്യാമറ അവിടെ തുടങ്ങി, ബോട്ടിൽ കളക്ഷൻ യൂണിറ്റ് ഇത്യാദി ചില ടെൻഡർ ചെയ്ത് വാങ്ങുന്ന പദ്ധതി എന്നല്ലാതെ അത് സുതാര്യവും അഴിമതിരഹിതവുമാണോ എന്ന് പരിശോധിച്ചു പോകണം. തൊഴിലുറപ്പ് പദ്ധതിയുടെ ഏതെങ്കിലും കൃത്യമായ പദ്ധതി ഇവിടെ ഈ പ്രാവശ്യം നിർവഹിക്കാൻ വേണ്ടി കഴിഞ്ഞോ? കുളങ്ങൾ എത്ര കണ്ടുണ്ട്? ഒന്നിൻ്റെയും പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഇവിടെ നടപ്പിലാകുന്നുണ്ടോ? അപ്പോൾ പറയും തൊഴിലുറപ്പ് പദ്ധതിക്കാരുടെ പ്രശ്നമാണ്. എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെ പഞ്ചായത്തിന് കൈമാറ്റം ചെയ്തപ്പെട്ട എല്ലാ ഘടക സ്ഥാപനങ്ങളുടെ പ്രവർത്തനവും നേർവഴിക്ക് നയിക്കാൻ അതിന് നേതൃത്വം കൊടുക്കേണ്ടത് പഞ്ചായത്ത് ഭരണസമിതിയാണ്.
ഈ ഉത്തരം വളഞ്ഞാൽ മോന്തായം മൊത്തം വളയും എന്ന് പറഞ്ഞ പോലെ പഞ്ചായത്ത് ഭരണസമിതിക്ക് അതിന് നേതൃത്വം കൊടുക്കുന്നവർക്ക് ഘടക സ്ഥാപനങ്ങളെ നിയന്ത്രിക്കാനുള്ള ശേഷിയില്ലെങ്കിൽ അവരുടെ വഴിക്ക് പോവും. അവർ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു പദ്ധതി പോലും ഇവിടെ നടപ്പിലാക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടാകും. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നെയ്ത്ത് തൊഴിലാളി പറഞ്ഞല്ലോ, കുത്താമ്പുളിയിലും എരവത്തൊടിയിലും ഒന്ന് പറയും, തലയിൽ കൈ വെച്ചിട്ടോ നെഞ്ചത്ത് കൈ വെച്ചിട്ടോ ആ പാവപ്പെട്ട തൊഴിലാളിക്ക് ഒരു പദ്ധതി പഞ്ചായത്ത് നടപ്പിലാക്കാൻ കഴിഞ്ഞു? അവർക്ക് വല്ല പാവും കോണും അല്ലെങ്കിൽ വല്ല നെയ്ത്ത് ഷെഡിനുള്ള സഹായം അല്ലെങ്കിൽ അവരുടെ മറ്റു തരത്തിലുള്ള ജീവിത മാർഗത്തിന് വേണ്ടിയുള്ള സഹായം കൊടുക്കാൻ വേണ്ടി പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഒരു പദ്ധതി പോലും അവർ നടപ്പാക്കിയിട്ടില്ല എന്ന സ്ഥിതി ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പറയാൻ, ഒരുപാടുണ്ട്. അതൊന്നും പറഞ്ഞിട്ട് നടപ്പിലാക്കാനുള്ള കാലാവധി സമയം ഇവിടെ ഇല്ല എന്നുള്ളത് കൊണ്ട് അതിലേക്കൊന്നും പോകുന്നില്ല. ഒറ്റ കാര്യമേ പറയാനുള്ളൂ, ഈ ബഡ്ജറ്റ് തട്ടിപ്പാണ്. സംഖ്യകൾ വെച്ചുകൊണ്ടുള്ള ഒരു പറ്റിക്കാനുള്ള ബഡ്ജറ്റാണ് ഇത്. ജനവിരുദ്ധ ബഡ്ജറ്റാണ് ഇത്. നിരാശാജനകമായ ബഡ്ജറ്റാണ്. ഈ ബഡ്ജറ്റിനോട് പ്രതിഷേധിക്കുന്നു. ഇത് തിരുവില്ലാമലക്കാരോട് കാണിക്കുന്ന കൊടും വഞ്ചനയാണ് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയതിളക്കത്തിന്റെ 29ാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള LKG അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. UKGയിലേക്കും 1 മുതൽ 5 വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു. കൂടാതെ ഈ വർഷം മുതൽ 6ാം ക്ലാസും ആരംഭിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ, കമ്പ്യൂട്ടർ ലാബ്, ലൈബ്രറി, സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ, സൗജന്യ അബാക്കസ് പരിശീലനം, അറബിക് പഠന സൗകര്യം, ചിൽഡ്രൻസ് പാർക്ക്, വിശാലമായ കളിസ്ഥലം, വാഹന സൗകര്യം, ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി CCTV ക്യാമറ സംവിധാനവും. നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ, ദേശമംഗലം, കൂട്ടുപാത. ഫോൺ 8590080220 9645710222.